നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിനം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ പാരതന്ത്ര്യത്തിന്റെ കയ്പ് അനുഭവിച്ചു കിടന്ന ഭാരത ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകരാൻ സാധിച്ചതിൽ ഒരുപാട് ദേശീയ നേതാക്കന്മാരോട് നമുക്ക് കടപ്പാടുണ്ട്. സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റെയും മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധി നയിച്ച സമരമുറകൾ നമുക്കൊരിക്കലും മറക്കാൻ പാടുള്ളതല്ല. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ രംഗപ്രവേശം 1915 മുതലാണ്. 2 ദശാബ്ദക്കാലത്തെ വിദേശവാസത്തിന് ശേഷം 1915 ജനുവരിയിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തിയത്. 1916 അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നയിച്ചത്. ആ സത്യാഗ്രഹം വിജയം കണ്ടെത്തി. അതിനുശേഷം 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് അവരുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തി. 1918 തന്നെ ഗുജറാത്തിലെ ഖേദയിലും കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നയിച്ചു. 17 ചമ്പാരൻ സത്യാഗ്രഹം, 18 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആൻഡ് ഖേദ സമരം, ഈ 3 സമരങ്ങളായിരുന്നു ഗാന്ധിജിയെ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഒരു നേതാവ് എന്നൊരു സ്ഥാനത്തിലേക്ക് നയിച്ചത്. 1919 ബ്രിട്ടീഷുകാർ കരി നിയമം അഥവാ റൗലറ്റ് നിയമം പാസാക്കി. വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാമെന്നതായിരുന്നു ഈ കരി നിയമം. ഇതിനെതിരെ ഗാന്ധിജി പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ ഒരു ദേശീയ നേതാവായി ഗാന്ധിജിയെ ഉയർത്തുകയായിരുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം മഹാത്മാഗാന്ധി 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്തു. വിദേശ നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, നികുതി നൽകാതിരിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ സമരരംഗത്തേക്ക് കടന്നു വന്നു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. സ്വദേശ വസ്തുക്കൾക്കുള്ള പ്രോത്സാഹനം വർദ്ധിച്ചു. ഈ സമയത്താണ് ഖലീഫ ഭരണവ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ചേർന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം അത് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി അങ്ങനെ ഒരു ശ്രമം നടത്തിയത്. നിസ്സഹകരണ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോയ സമയത്ത് 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ അക്രമാസക്തരായ ജനങ്ങൾ തീവച്ചു. 21 പോലീസുകാർ വെന്തു മരിച്ചു. ഇതേ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. 1924 ഗാന്ധിജിയെ വിട്ടയച്ചു. മറ്റ് ദേശീയ നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മുന്തിയതരം വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഒരു സാധാരണ ധോത്തിയോ അരവസ്ത്രമോ മാത്രം ധരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഗാന്ധിജി ഇറങ്ങിച്ചെന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ചരക്ക് ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ മറ്റ് ദേശീയ നേതാക്കന്മാരെ ഗാന്ധിജി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജി ഒരു പീപ്പിൾസ് ലീഡർ, ജനങ്ങളുടെ നേതാവായി തീർന്നു. ഗാന്ധിജിയുടെ 2ാമത്തെ സമരമാർഗമായിരുന്നു 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇതിന്റെ ഭാഗമായി ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡിക്കടപ്പുറത്തേക്ക് അദ്ദേഹം അനുയായികളുമായി യാത്ര നടത്തി. 1930 മാർച്ച് മാസം 12-ാം തീയതി പുറപ്പെട്ട ആ ദണ്ഡി യാത്ര 1930 ഏപ്രിൽ മാസം 6-ാം തീയതി ദണ്ഡിക്കടപ്പുറത്തെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന പ്രസ്ഥാനമായിട്ട് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ തുടക്കത്തിൽ ഗാന്ധിജിയുടെ ശരീരത്തെ പരിഹസിച്ചുകൊണ്ട് ടൈം മാഗസിൻ അദ്ദേഹത്തെ മെലിഞ്ഞ ശരീരവും ചിലന്തിവല പോലത്തെ വസ്ത്രവും എന്നൊക്കെ പരിഹസിച്ചു. എന്നാൽ ഉപ്പു സത്യാഗ്രഹം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ടൈം മാഗസിൻ ഗാന്ധിജിയെ പുണ്യവാളൻ, രാജ്യതന്ത്രജ്ഞൻ എന്നൊക്കെ മാറ്റി വിശേഷിപ്പിക്കുകയുണ്ടായി. 1930 1-ാം വട്ടമേശ സമ്മേളനം നടന്നു. അതിന് ഫലമുണ്ടായില്ല. ഗാന്ധി ഇർവിൻ പാക്ടിനെ തുടർന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചുകൊണ്ട് 1931 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തു. എന്നാൽ ഈ സമ്മേളനവും യാതൊരു ധാരണയും എത്താതെ അവസാനിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമായിരുന്നു ഗാന്ധിജിയുടെ 3ാമത്തെ പ്രക്ഷോഭം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പുറം ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. 100,000 സാധാരണ ജനങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി കൽക്കത്തയിലായിരുന്നു. 24 മണിക്കൂർ ഉപവാസം ആചരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആ ദിനം അടയാളപ്പെടുത്തിയത്. 1948 ജനുവരി മാസം 30-ാം തീയതി നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു.
ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ അബ്രഹാം ലിങ്കന്റെ രക്തസാക്ഷിത്വവുമായി ടൈം മാഗസിൻ താരതമ്യപ്പെടുത്തി. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളാണ്. 1915 മുതലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ എറ ആരംഭിക്കുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, 1918 ഖേദ സത്യാഗ്രഹം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 1920 ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, 1922 ചൗരി ചൗര പ്രസ്ഥാനം, 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്, 1931 ഗാന്ധി പങ്കെടുത്ത 2ാം വട്ടമേശ സമ്മേളനം, 1942 ക്വിറ്റ് ഇന്ത്യ സമരം, 1948 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു. ഇന്ന് നാം ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകരുമ്പോൾ സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റെയും മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സഹന സമരം നടത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ ഈ രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് സ്മരിക്കാം. ആ മഹാത്മാവിന് പ്രണാമം.